സ്കൂൾ ബാഗ്. ഹലോ ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കോഴിക്കോട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കോഴിക്കോട് ഫസ്റ്റ് നമുക്ക് ഹൈലൈറ്റ് മോളിലോട്ട് പോകാം. ബീച്ചിലോട്ട് പോകാൻ പറ്റിയ സമയമല്ലത്, ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ബീച്ചിലോട്ട് പോകാൻ പറ്റിയൊരു സമയമല്ലല്ലോ. അപ്പം നമുക്ക് ആദ്യം ഹൈലൈറ്റ് മോളിലോട്ട് പോകാം. അപ്പോൾ അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ കാറിലോട്ട് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ കാറിലാണുള്ളത്. ഇനി നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങാണ്. കാഫിയ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മളിപ്പോൾ ഹൈലൈറ്റ് മോളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മോളിലെത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങിലാണുള്ളത്. ആദ്യം നമ്മൾ നെസ്റ്റോ ഹൈപ്പറിലാണ് കയറിയിട്ടുള്ളത്. നല്ല ടൈപ്പ് മാസ്കുകളാണ്. ഈ നെസ്റ്റോ ഹൈപ്പർ ഇപ്പോൾ ദുബായ് പോലെ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഓരോരോ സെക്ഷനായിട്ടുള്ളതൊക്കെ. നമ്മൾ ദുബായിൽ ഇങ്ങനെ കയറുന്ന പോലെ ഇങ്ങനെ വലിച്ചിട്ട് കയറുന്നു. ഇത്രയും തോനെ കാന്താരി മുളക് അറിയും. എത്ര ആളുകളറിയാം? കുറേ ആളുകളുണ്ട്. ഇതൊരു വലിയ സ്റ്റോർ തന്നെയാണ് ഈ നെസ്റ്റോ ഹൈപ്പർ. ഫെറോറോഷ് ഇവിടെ ഇങ്ങനെ പ്രൈസ് ഇപ്പോൾ നല്ല കുറവാണ്. നല്ല കുറവിൽ ഫെറോറോഷ് ഒരു 800 രൂപക്ക്. നമ്മളെ ദുബായിലെ മോളുകൾ അതുപോലെ തന്നെ ക്യാരിഫോറുകളൊക്കെ പോലെ തന്നെ ഇപ്പോൾ ഈ നെസ്റ്റോ ഹൈപ്പർ ആക്കിയിട്ടുണ്ട്. എത്ര നല്ല സ്കൂൾ ബാഗുകൾ അറിയും. കളർ ഷോട്ടുകളാണ്, കുറേ കളർ ഷോട്ടുകൾ, പെൻസിൽ ബോക്സുകൾ, പിന്നെതാ ഫെവിക്രില്ലിൻ്റെ കളറുകൾ, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ക്ലേ, അങ്ങനെ കുറേ ഉണ്ട്. ആവശ്യമുള്ളതൊക്കെ ഇവിടെ ആണ് കിട്ടും നെസ്റ്റോ ഹൈപ്പറിൽ. അതും കുറഞ്ഞ പ്രൈസിന് കിട്ടാൻ. എന്തൊക്കെ നല്ല നല്ല പെന്നുകളൊക്കെ ഉണ്ട്. ബ്ലാങ്കറ്റ്സ്, പ്ലാസ്റ്റിക് ചെടികൾ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫുഡ് കോർട്ടും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മോളിൻ്റെ ഫ്ലോറിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗെയിമിംഗ് സെക്ഷനിലാണ് ഉള്ളത്. ഭയങ്കര ക്രൗഡാണ്. സൗണ്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇനി നമ്മളൊരു ഐസ്ക്രീം മേടിക്കുകയാണ്. നമ്മൾ മറ്റൊരു കളിപ്പിച്ച് കണ്ട് തരേണ്ട ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, നമ്മളെ കുറേ കളിപ്പിച്ചും തിരിപ്പിച്ചും നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ മാറ്റി മേടിക്കേണ്ട ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ചെന്ന് ദി മറാസ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീമാണ് നമ്മളിപ്പോൾ മേടിക്കുന്നത്. സംഭവം ട്രൈ ചെയ്യാൻ പോവുകയാണ്. VR ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഇപ്പോൾ VR കുറേ കാറ്റഗറിയിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതിലൊരു ട്രെയിനിൻ്റെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഫസ്റ്റ് അവരൊരു ഇതിനൊരു മാസ്ക് തരുന്നുണ്ട്. അപ്പോൾ പല ആളുകൾ ആ VR വെച്ചിട്ടുള്ള എല്ലായിക്കാരം. അപ്പോൾ ഒരു മാസ്ക് ഇടാൻ തരുന്നുണ്ട്. എന്നിട്ട് VR ഇടുകയാണ്. അങ്ങനെ ഞാനൊന്ന് VR ഒന്ന് ട്രൈ ചെയ്ത് വെർച്വൽ റിയാലിറ്റിയിലോട്ട് പോയി. ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ തീകളും കുറേ രാക്ഷസന്മാരും പിന്നെ കുറേ വെള്ളത്തിൻ്റെ അടിയിലോട്ടൊക്കെ പോകുന്ന രീതിയിൽ ആദ്യം ബേസിക് ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ പിന്നെ കാലിങ്ങനെ വിറച്ച് അടിയിലോട്ട് പോകുന്ന രീതിയിൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. VR ട്രൈ ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സാധിച്ചു. പിന്നെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കളിപ്പിക്കുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ അവിടെ. അപ്പം അതും കഴിച്ചു. അങ്ങനെ നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ബർഗറും കൊക്കക്കോളയും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബർഗറൊക്കെ ഇതാ കാലിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മോളിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്.